ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലേൺ വിത്ത് കൃഷ്ണ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇന്ന് +2ൻ്റെ ക്ലാസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് +2ന് എത്ര ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ടെന്ന് ജസ്റ്റ് നോക്കാം. അതിനനുസരിച്ച് നമുക്ക് ക്ലാസ് എടുക്കാം. പാർട്ട് 1, പാർട്ട് 2 അങ്ങനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. പാർട്ട് 1 പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം അഥവാ മൈക്രോ എക്കണോമിക്സ്. അതിൽ ടോട്ടലി നമുക്ക് 5 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഇനി സമൂഹ സാമ്പത്തിക ശാസ്ത്രം അഥവാ മാക്രോ എക്കണോമിക്സിൽ നമുക്ക് ടോട്ടലി 6 ചാപ്റ്റേഴ്സും പഠിക്കാനുണ്ട്. നമുക്ക് ഇന്ന് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ചാപ്റ്റർ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതിൽ പഠിക്കാനുള്ളത് ലളിത സമ്പദ് വ്യവസ്ഥ എന്താണെന്നാണ്. ഒരു നിശ്ചിത ഭൂപ്രദേശത്ത് വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദനം, വിതരണം, ഉപഭോഗം, വ്യാപാരം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള സമ്പദ് വ്യവസ്ഥയാണ് ലളിത സമ്പദ് വ്യവസ്ഥ. അതായത് നമ്മുടെ സമൂഹത്തിലെ ജനങ്ങൾക്ക് ധാരാളം ആവശ്യങ്ങളുണ്ട്. അതായത് ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം, ഗതാഗതം മുതലായവ. അപ്പം നമുക്ക് ഈ ഒരു സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാകാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലുള്ള വിഭവങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മളത് ഉൽപ്പാദനം ചെയ്യും. ഉൽപ്പാദിപ്പിച്ച സാധനങ്ങൾ നമ്മൾ വിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഒരു സാമ്പത്തിക പ്രവർത്തനം നടത്തുന്നതിനാണ് നമ്മൾ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സമ്പദ് വ്യവസ്ഥ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പം നമുക്ക് 4 പ്രശ്നങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. നമുക്ക് എക്സാമിന് എന്തായാലും ചോദിക്കുന്ന ഇതാണ് ഈ ഒരു 4 പ്രശ്നങ്ങൾ. നമുക്ക് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് 1, മനുഷ്യൻ്റെ അപരിമിതങ്ങളായ ആവശ്യങ്ങൾ. അതായത് മനുഷ്യന് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. രണ്ടാമത്തെ പോയിന്റ്, പരിമിതമായ വിഭവശേഖരം. അതായത് റിസോഴ്സസ് എപ്പോഴും എന്തായിരിക്കും, ലിമിറ്റഡ് ആയിരിക്കും. മൂന്നാമത്തത്, വിഭവങ്ങൾക്കുള്ള ബദൽ ഉപയോഗങ്ങൾ. അതായത് നമ്മുടെ കയ്യിൽ കുറച്ച് ഭൂമിയുണ്ട്, നമ്മൾക്ക് ഭൂമിയിൽ കൃഷിയും ചെയ്യുക, അതേസമയം നമുക്ക് വീടും വെക്കാം. അപ്പോൾ ഒന്നിലധികം ഉപയോഗങ്ങൾ അവിടെ വന്ന്. നാലാമത്തത്, വിഭവങ്ങൾക്കുള്ള വ്യത്യസ്തമായ മുൻഗണനകൾ. അതായത് നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ നമുക്ക് പുസ്തകവും വാങ്ങാം, അതേസമയം നമുക്ക് ഫുഡും വാങ്ങാം. അപ്പം നമ്മൾ ഇതിലേതിലാണ് പ്രയോറിറ്റി കൊടുക്കുക, അതാണ് നമുക്ക് 4ാമത്തെ പോയിന്റിലൂടെ ഉദ്ദേശിക്കുന്നത്. അടുത്ത് നമുക്ക് സമ്പദ് വ്യവസ്ഥയിലെ 3 പ്രധാന പ്രശ്നങ്ങളാണുള്ളത്. അതിൽ ഒന്നാമത്തത്, എന്ത് ഉൽപ്പാദിപ്പിക്കണം, എത്ര അളവിൽ. രണ്ടാമത്തത്, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം. മൂന്നാമത്തത്, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. അപ്പോൾ ഇതും എക്സാമിന് ചോദിക്കാറുണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഒന്നാമത്തത്, എന്ത് ഉൽപ്പാദിപ്പിക്കണം, എത്ര അളവിൽ. വിഭവങ്ങൾ പരിമിതമായതുകൊണ്ട് ഒരു സമ്പദ് വ്യവസ്ഥയ്ക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും സേവനങ്ങളും ഒരുപോലെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല. അതിനാൽ എന്തൊക്കെ സാധനങ്ങളും സേവനങ്ങളുമാണ് ഉൽപ്പാദിപ്പിക്കേണ്ടത് എന്നും അവ എത്ര അളവിൽ വേണമെന്നും രാജ്യം തീരുമാനിക്കേണ്ടതാണ്. അതായത് നമുക്ക് എന്ത് ഉൽപ്പാദിപ്പിക്കണം, എത്ര അളവിൽ എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യണം ഫസ്റ്റ്. സെക്കൻഡ് 1, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം. അതായത് സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കാൻ ഏത് സാങ്കേതിക വിദ്യ ഉപയോഗിക്കണം എന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നമാണിത്. അപ്പോൾ ഇതിൽ 2 രീതികളാണുള്ളത്, തൊഴിലധിഷ്ഠിത രീതിയും മൂലധന അധിഷ്ഠിത രീതിയും. തൊഴിലധിഷ്ഠിത രീതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യന്ത്രങ്ങളെക്കാൾ കൂടുതൽ തൊഴിലാളികളെ ഉപയോഗിച്ച് ഉൽപ്പാദനം നടത്തുന്ന രീതി. രണ്ടാമത്തത് മൂലധന അധിഷ്ഠിത രീതി എന്ന് വെച്ചാൽ തൊഴിലാളികളെക്കാൾ കൂടുതൽ ആധുനിക യന്ത്ര സാമഗ്രികളും സാങ്കേതിക വിദ്യയും ഉപയോഗിക്കുന്ന രീതിയാണിത്. ഇനി നമുക്ക് മൂന്നാമത്തത്, ആർക്കു വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. ഉൽപ്പാദിപ്പിക്കപ്പെട്ട സാധനങ്ങളും സേവനങ്ങളും സമൂഹത്തിലെ വ്യക്തികൾക്കിടയിൽ എങ്ങനെ വിതരണം ചെയ്യണം എന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നമാണിത്. അതായത് നമ്മൾ ഉൽപ്പാദിപ്പിച്ച സാധനം എത്ര അളവിൽ എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്നൊക്കെ നോക്കിയ സാധനം എങ്ങനെ ആർക്കു വേണ്ടി ആരിലേക്ക് എത്തിക്കും എന്നതാണ് ഈ ഒരു പോയിന്റിലൂടെ പറയുന്നത്. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. മാച്ച് ദ ഫോളോ ആയിട്ടാണ് എക്സാമിന് സ്വതവേ ചോദിക്കാറുള്ളത്. ഉൽപ്പാദന ഘടകവും അതിൻ്റെ പ്രതിഫലവും. ഭൂമി, പാട്ടം, പ്രയത്നം, വേതനം, മൂലധനം, പലിശ, സംഘടന, ലാഭം. ഇത് ഇതുപോലെ നോക്കി വെച്ചാൽ മാത്രം മതി. ഇനി അടുത്ത് നമുക്ക് 2 മാർക്ക് 4 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്താണ് ഉൽപ്പാദന സാധ്യത വക്രം, PPC കർവ് അഥവാ PPF അല്ലെങ്കിൽ ഉൽപ്പാദന സാധ്യത പരിധി. ലഭ്യമായ വിഭവങ്ങളും സാങ്കേതിക വിദ്യയും പൂർണ്ണമായും കാര്യക്ഷമമായും ഉപയോഗിച്ച് ഒരു സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന 2 സാധനങ്ങളുടെ വിവിധ കോമ്പിനേഷനുകളെ സംയോജിച്ച് വരയ്ക്കുന്ന രേഖയാണ് ഉൽപ്പാദന സാധ്യതാ വക്രം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ, നമ്മുടെ കയ്യിൽ കുറച്ച് സ്ഥലമുണ്ട്, നമുക്ക് കുറച്ച് തൊഴിലാളികളും ഉണ്ട്. അപ്പം നമുക്ക് അവിടെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന കുറച്ച് അരിയും കുറച്ച് ഗോതമ്പും മാത്രമാണ്. അപ്പം നമ്മുടെ കയ്യിലുള്ള വിഭവങ്ങൾ, നമ്മുടെ കയ്യിലുള്ള സാധ്യതകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ അവിടെ അരിയും ഗോതമ്പും ഉൽപ്പാദിപ്പിക്കുക. അതാണ് ഇതിനൊരു എക്സാമ്പിൾ ആയിട്ടുള്ളത്. അപ്പം നമുക്ക് ഇതിൻ്റെ കർവ് എങ്ങനെയാണെന്നൊക്കെ ജസ്റ്റ് നോക്കാം, അതിൻ്റെ സവിശേഷതകൾ നോക്കാം. എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ അതിൻ്റെ കർവ് ഇങ്ങനെയാണ് വരിക. അത് ജസ്റ്റ് നോക്കി വെക്കണം, എക്സാമിന് ചോദിക്കുമ്പോൾ ഇത് വരയ്ക്കണം.
ഇനി നമുക്ക് അതിൻ്റെ സവിശേഷതകൾ എന്താണെന്ന് നോക്കാം. 2 പോയിന്റുകളാണുള്ളത്. ഒന്നാമത്തേത് PPC ഇടത്ത് നിന്ന് വലത്തോട്ട് താഴേക്ക് ചരിഞ്ഞിറങ്ങുന്നു. നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണുന്നുണ്ടാകും ABCDE എന്ന് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ ചരിഞ്ഞ് വൈയിൽ നിന്നും എക്സിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ പോയിന്റ് കോൺകേവ് ആകൃതി ആയിരിക്കും, അതായത് കോൺകേവ് ആകൃതിയാണ് ഇതിലുള്ളത്. ഇനി നമുക്ക് അടുത്ത 2 മാർക്കിന് ചോദിക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ് അവസരാത്മക ചെലവ് അഥവാ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഏതെങ്കിലും ഒരു സാധനം കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഉപേക്ഷിക്കേണ്ടി വരുന്ന മറ്റേ സാധനത്തിൻ്റെ അളവാണ് അതിൻ്റെ അവസരാത്മക ചെലവ്. അപ്പോൾ ഇതിനൊരു എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെങ്കിൽ എൻ്റെ കയ്യിലുള്ള ഭൂമിയിൽ ഇപ്രാവശ്യം 100 കിലോ അരിയും ഉൽപ്പാദിപ്പിക്കാൻ വേണമെങ്കിൽ 80 കിലോ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുക. അപ്പം ഞാൻ തീരുമാനിക്കുകയാണ് 100 കിലോ അരി ഉൽപ്പാദിപ്പിച്ചാൽ മതി, ഗോതമ്പ് അവിടെ ഉൽപ്പാദിപ്പിക്കേണ്ടെന്ന്. അപ്പോൾ ഇവിടുത്തെ അവസരാത്മക ചെലവ് ഏതാ? ഗോതമ്പ്. ഇതാണ് ഇതിനൊരു എക്സാമ്പിൾ വരുന്നത്. അടുത്ത് നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. ഇത് എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. ഇത് റിലേറ്റഡ് ആയിട്ട് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. അപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സീമന്ത അവസര ചെലവ് അഥവാ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അപ്പം ഇത് ഒരു സാധനത്തിൻ്റെ ഒരൊറ്റ അധിക യൂണിറ്റ് കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി മറ്റേ സാധനത്തിൻ്റെ എത്ര യൂണിറ്റുകൾ ഉപേക്ഷിക്കേണ്ടി വരുന്നു എന്ന് കണക്കാക്കുന്നതാണ് MOC പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതിനൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ എൻ്റെ കയ്യിലുള്ള ഒരു ഭൂമിയിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 100 കിലോ അരി ഉൽപ്പാദിപ്പിക്കാം, 80 കിലോ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കാം. അപ്പം എനിക്ക് ഈ പ്രാവശ്യം എന്താ 101 കിലോ അരി ഉൽപ്പാദിപ്പിക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? എൻ്റെ കയ്യിൽ എക്സ്ട്രാ ഭൂമി ഇല്ല. ഞാൻ എന്ത് ചെയ്യും? 80 കിലോ ഉൽപ്പാദിപ്പിക്കേണ്ട ഗോതമ്പ് അവിടെ കുറയ്ക്കും. 79 കിലോ ഗോതമ്പ് ഞാൻ ഉൽപ്പാദിപ്പിച്ചിട്ട് അവിടെ 101 കിലോ അരി ഉൽപ്പാദിപ്പിക്കും. അപ്പോൾ എൻ്റെ അഡീഷണൽ 1 യൂണിറ്റ് ഞാൻ അവിടെ ആഡ് ചെയ്തിരിക്കുക അരിയിൽ. അപ്പോൾ ഇതാണ് ഇതിനൊരു എക്സാമ്പിൾ വരിക. അപ്പോൾ ഇത് റിലേറ്റഡ് ആയിട്ട് നമുക്കൊരു ഫോർമുല ഉണ്ട്. അതായത് MOC = ΔY/ΔX. ΔY എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധനം Yയുടെ അളവിലെ മാറ്റം, ΔX എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധനം Xൻ്റെ അളവിലെ മാറ്റം. അപ്പോൾ ഇത് റിലേറ്റഡ് ആയിട്ട് നമുക്കൊരു പ്രോബ്ലം നോക്കാം. ഇനി നമുക്ക് ഇതിൽ ക്വസ്റ്റ്യനും ആൻസറും ഞാൻ തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം. Aയിൽ 15 കിലോ അരിയാണ് ഉൽപ്പാദിപ്പിച്ചിട്ടുള്ളത്, ഗോതമ്പ് ഒന്നും ഉൽപ്പാദിപ്പിച്ചിട്ടില്ല. അപ്പം MOC എത്രയാണ്? 0. ഇനി Bയിലേക്ക് വരുമ്പോൾ 15 കിലോ ഉൽപ്പാദിപ്പിച്ചിട്ട് അരി അവിടെ എന്താ 12ലേക്ക് കുറയുക ചെയ്തത്. ഒന്നും ഉൽപ്പാദിപ്പിക്കാത്ത ഗോതമ്പ് അവിടെ 1 ടൺ കൂടുകയും ചെയ്തു. അപ്പം MOC എങ്ങനെ കാണുക? ΔY/ΔX. ഇവിടെ ΔY എന്ന് പറഞ്ഞാൽ എന്താ? 15 - 12 ഹരിക്കണം 1 - 0. അതായത് 3 ഹരിക്കണം 1 നമുക്ക് 3 കിട്ടും. MOC നമുക്ക് 3 കിട്ടും. ഇനി അടുത്ത് Cയിലേക്ക് വരുമ്പോൾ എത്രയാ? അരി 12ൽ നിന്ന് 10 കുറഞ്ഞു. അവിടെ എത്ര? 2 അവിടെ കുറഞ്ഞത്. അപ്പോൾ ΔY കാണാൻ എങ്ങനെയാ? 12 - 10 2. ഇനി ഗോതമ്പ് ΔX 2 - 1 നമുക്ക് എത്ര? 1 കിട്ടും. അപ്പോൾ ആൻസർ എത്ര? MOC എത്ര കിട്ടും? 2. അതേപോലെ തന്നെയാണ് Dയും Eയും വരുന്നത്. അപ്പം ഇത് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കാൻ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. നമുക്ക് എക്സാം അടുപ്പിച്ചിട്ട് നോക്കാം. അപ്പോൾ അടുത്ത ടോപ്പിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ സംഘാടനം, അതായത് ഓർഗനൈസേഷൻ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ്. ഇതും നമുക്ക് ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. ജസ്റ്റ് നോക്കിക്കോളൂ എന്തായാലും. കേന്ദ്രീകൃതമായ ആസൂത്രണം ചെയ്ത സമ്പദ് വ്യവസ്ഥ, അതാണ് ഒന്നാമത്തത്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉൽപ്പാദനോപാധികളും വിഭവങ്ങളും പൂർണ്ണമായും ഗവൺമെൻറ്റിൻ്റെയോ പൊതുസമൂഹത്തിൻ്റെയോ ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലുമായിരിക്കും. വ്യക്തിഗത ലാഭത്തിനുമപ്പുറം സാമൂഹിക ക്ഷേമത്തിന് മുൻഗണന നൽകിക്കൊണ്ട് ഒരു സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാന പ്രശ്നങ്ങളായ എന്തുൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്നതിനെല്ലാം തീരുമാനമെടുക്കുന്നത് ഗവൺമെൻറ്റോ ഒരു കേന്ദ്ര ആസൂത്രണ അതോറിറ്റിയോ ആയിരിക്കും. അതായത് ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. എല്ലാതും ഗവൺമെൻറ്റിൻ്റെ കൺട്രോളായിരിക്കും. ഗവൺമെൻറ് ആയിരിക്കും എല്ലാ തീരുമാനം എടുക്കുക. അല്ലെങ്കിൽ ഒരു ആസൂത്രണ കേന്ദ്ര കമ്മിറ്റി ആയിരിക്കും. അതാണ് ഈ ഒരു ഫസ്റ്റ് വണ്ണിലൂടെ നമുക്ക് പറയുന്നത്. രണ്ടാമത്തെ പോയിൻ്റാണ് കമ്പോള സമ്പദ് വ്യവസ്ഥ അഥവാ മാർക്കറ്റ് എക്കണോമി. ഉൽപ്പാദനോപാധികളും വിഭവങ്ങളും പൂർണ്ണമായും സ്വകാര്യ വ്യക്തികളുടെയോ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെയോ ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലുമായിരിക്കും. കേന്ദ്രീകൃതമായ ആസൂത്രണത്തിന് പകരം ഇവിടെ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് വില സംവിധാനത്തിലൂടെയോ കമ്പോള സംവിധാനത്തിലൂടെയോ ആയിരിക്കും. അതായത് ഇവിടെ പൂർണ്ണമായിട്ട് വിഭവങ്ങളും ഉപാധികളും എല്ലാം കൺട്രോൾ ചെയ്യാൻ നോക്കി ചെയ്യാറാ സ്വകാര്യ വ്യക്തികളോ അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് സ്ഥാപനങ്ങളോ ആയിരിക്കും. അപ്പോൾ ഇവർ ഈ പ്രശ്നം പരിഹരിക്കുന്നത് വില സംവിധാനത്തിലൂടെയാണ്. അപ്പോൾ വില സംവിധാനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു മാർക്കറ്റിലെ ഒരു പ്രധാന 2 ഘടകങ്ങളാണ്
ചോദനവും പ്രധാനവും, അതായത് ഡിമാൻഡും സപ്ലൈയും. അപ്പം നമുക്ക് ഡിമാൻഡും സപ്ലൈയും നമ്മൾ കൂടുകയാണ് എന്ത് ചെയ്യും, നമ്മൾ പ്രൈസിൽ ചേഞ്ചസ് കൊണ്ടുവരും. അതാണ് ഈ വില സംവിധാനത്തിലൂടെ പറയുന്നത്. ഇതിൽ മൂന്നാമത്തേതാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ അഥവാ മിക്സ്ഡ് എക്കണോമി. ഈ വ്യവസ്ഥയിൽ പൊതുമേഖലയും സ്വകാര്യ മേഖലയും ഒന്നിച്ചു പ്രവർത്തിക്കുന്നു. ഇത് സോഷ്യലിസത്തിൻ്റെയും മുതലാളിത്തത്തിൻ്റെയും പ്രധാന സവിശേഷതകൾ ഒത്തുചേർന്ന ഒരു മിശ്ര രൂപമാണിത്. എന്ത്, എങ്ങനെ, ആർക്കു വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്ന് അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് ആസൂത്രണ അതോറിറ്റിയും വില സംവിധാനവും ഒരുമിച്ച് ചേർന്നാണ്. അതായത് നമ്മൾ നേരത്തെ പഠിച്ച രണ്ടെണ്ണം ഒരുമിച്ചിട്ടുള്ളതാണ് ഈ ഒരു സമ്പദ് വ്യവസ്ഥ. അതായത് നമുക്ക് സ്വകാര്യ മേഖലയും ഉണ്ടാവും, പൊതുമേഖലയും ഉണ്ടാകും, വില സംവിധാനവും ഒരു ആസൂത്രണ അതോറിറ്റിയും ചേർന്നിട്ടാണ് ഇവിടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത്. ഇനി അടുത്തത് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതാണ് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രവും അല്ലെങ്കിൽ മൈക്രോ എക്കണോമിക്സും സ്ഥൂല സാമ്പത്തിക ശാസ്ത്രവും മാക്രോ എക്കണോമിക്സ്. ഫസ്റ്റ് നമുക്ക് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം നോക്കാം. സൂക്ഷ്മം അഥവാ ചെറുത് എന്ന അർത്ഥം വരുന്ന മൈക്രോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് മൈക്രോ എന്ന വാക്കുണ്ടായത്. ഇത് വ്യക്തികൾ, ഒരു പ്രത്യേക സ്ഥാപനം അല്ലെങ്കിൽ ഉപഭോക്താവ് എന്നിവരുടെ സാമ്പത്തിക തീരുമാനങ്ങളെ ചെറുതായി പഠിക്കുന്ന ശാഖയാണ്. അതായത് ഇതിൻ്റെ ഡെഫിനീഷനാണ് ഞാൻ ഈ ഡാർക്കായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഒരു വ്യക്തികളെയോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെയോ ഉപഭോക്താവോ അങ്ങനെ ഒരു ചെറുതിനെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കുന്നതെയാണ് നമ്മൾ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എക്സാമ്പിൾ അതാ വ്യക്തിഗത വരുമാനം അല്ലെങ്കിൽ വസ്തുവിനോടുള്ള ചോദനം, ഡിമാൻഡ്, സപ്ലൈ, ഇതൊക്കെ എടുത്ത് പഠിക്കുന്നതിനാണ് നമ്മൾ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ഥൂലം അഥവാ വലുത് എന്ന അർത്ഥം വരുന്ന മാക്രോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് മാക്രോ എന്ന വാക്കുണ്ടായത്. സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് മൊത്തത്തിൽ അപഗ്രഥനം നടത്തുന്ന പഠനശാഖയാണിത്. വ്യക്തിഗത യൂണിറ്റുകൾക്ക് പകരം മുഴുവൻ സമ്പദ് വ്യവസ്ഥയെയും അതിൻ്റെ സഞ്ചിത രൂപങ്ങളെയും കുറിച്ചാണ് ഇതിൽ പഠിക്കുന്നത്. അതായത് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലതും മൊത്തത്തിൽ പഠിക്കുന്നതിനെയാണ് നമ്മൾ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മറ്റേതിൽ നമ്മൾ ഓരോ വ്യക്തിഗതയാണെങ്കിൽ ഇത് ടോട്ടലി, അതായത് ദേശീയ വരുമാനമാണ്, മൊത്തം ചോദനം, അങ്ങനെയാണ് നമ്മൾ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിൽ പഠിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡെഫിനീഷനാണ് ഞാൻ നിങ്ങൾക്ക് ഇതിൽ ബോൾഡായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇത്രയൊക്കെയാണ് നമുക്ക് +2ൻ്റെ ചാപ്റ്റർ 1 നമുക്ക് പഠിക്കാനുള്ളത്. ഞാൻ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇമ്പോർട്ടൻ്റ് ഉള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഡിസ്കസ് ചെയ്ത് തന്നിട്ടുള്ളൂ. അപ്പോൾ ഇത് മാത്രം പഠിച്ചാൽ മതി. ചാപ്റ്റർ 1 നിങ്ങൾക്ക് ഈ ഒരു ചാനൽ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്യാവുന്നതാണ്. ഇനി വല്ല സജഷൻസും ഉണ്ടെങ്കിൽ പറയാം.